ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടയിൽ അതുപോലെ തന്നെ കാതിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം സൗണ്ടേ ഇല്ലായിരുന്നു. സൗണ്ട് ഫുള്ളായിട്ട് അടഞ്ഞിരിപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സൗണ്ട് വന്ന് തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഓർത്തു മണ്ടയിലത്തേക്കുള്ള, അതായത് ഇന്നത്തേക്കുള്ള വീഡിയോ വോയിസ് കൊടുക്കാമെന്ന്. ഞായറാഴ്ച ഇരുന്നാണ് വോയിസ് കൊടുക്കുന്നത്. നല്ലപോലെ ശരിയായിട്ടില്ല, എന്നാലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ വീഡിയോയിൽ ഹെൽത്ത് നന്നായിട്ട് നോക്കണം, നന്നായിട്ട് ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഒത്തിരി നന്ദിയുണ്ട് എന്നെ നിങ്ങളുടെ ഒരു സഹോദരിയെ പോലെ കണ്ട് എന്നെ ഇത്രയും കെയർ ചെയ്യുന്നതിൽ. പിന്നെ ഇന്നലെ, അതായത് സൺഡേ മെയ് 3-ാം തീയതി നമ്മുടെ സബ്സ്ക്രൈബർ ഐശ്വര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഐശ്വര്യക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്, ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നാണല്ലോ വീഡിയോ ഉള്ളത്, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവിധ ഐശ്വര്യങ്ങളോടെയും ആരോഗ്യ സൗഖ്യത്തോടെയും ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഐശ്വര്യ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പത്മഹസ്ത എന്ന് പറഞ്ഞിട്ട് പേജിൽ നിന്ന് നമുക്ക് റോസസ് ഒക്കെ അയച്ചു തന്നു എന്നുള്ള കാര്യമൊക്കെ. ആ ഒരു സുഹൃത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് നേരിട്ടൊന്നും ഒരു പരിചയം ഇല്ലാതെ നമ്മുടെ വീഡിയോയിൽ കമൻസ് മാത്രം ഇട്ട് അങ്ങനെ കമൻസ് വഴി പരിചയപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ കൂട്ടുകാരി ഐശ്വര്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ നന്മകളും ആശംസകളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ, ആത്മാർത്ഥമായിട്ട്. അപ്പോൾ എല്ലാവരും ഐശ്വര്യയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കാട്ടോ, മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 25 ആയിരുന്നല്ലോ. അപ്പോൾ അന്ന് നമ്മുടെ ചാനലിൽ എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് അയക്കുന്ന ഒരു ചേച്ചിയാണ്, ധന്യ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ മോള് ആവണിയുടെ ബർത്ത്ഡേ ആയിരുന്നു, 28 എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനത് ഒരിടത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുമില്ല. ആ കമന്റിൽ മോളുടെ പേര് മെൻഷൻ ചെയ്തത് കൊണ്ട് പേരെന്താണെന്ന് എനിക്ക് ഓർത്തെടുക്കാനും പറ്റുന്നില്ല കേട്ടോ. സാധാരണ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പേരുകൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ നോക്കി കണ്ടുപിടിച്ചെടുത്തതാണ് കേട്ടോ മോളുടെ പേര്. അപ്പം മോളുടെ പേര് ആവണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏപ്രിൽ 28 ബർത്ത്ഡേ ആഘോഷിച്ച് കഴിഞ്ഞു അവര്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് കാലം സന്തോഷത്തോടെ ആരോഗ്യ സൗഖ്യത്തോടെ സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പാവണി മോൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്തേക്കണം. ഈ ചേച്ചിയുടെ ഈ മകൾക്കാണ് 10th റിസൾട്ട് വന്നു, നമ്മളോട് പ്രാർത്ഥനകൾ അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ധന്യ ചേച്ചിയുടെ മകളാണ് കേട്ടോ. അപ്പോൾ വിഷസ് അറിയിക്കാൻ ലേറ്റ് ആയതിൽ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എഴുതി വെക്കാത്തത് കൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ ഈ 2 പേർക്കും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ വിഷസും അനുഗ്രഹങ്ങളും ഒക്കെ അറിയിച്ചേക്കണേ, മറക്കരുത്. പിന്നെ ഇന്ന് നമ്മൾ ഗ്രോസറി എടുക്കാൻ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പം എൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. ഞാൻ കുറച്ചൊന്ന് ഓക്കെ ആയാൽ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒരുപാട് അങ്ങ് പെൻഡിങ്ങിലായി പോവും. വേറെയും ഒരുപാട് വ്ളോഗ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൗണ്ടിൽ തന്നെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതേ ഇന്ന് നമ്മൾ ഗ്രോസറി എടുക്കാൻ പോയ ദിവസമാണ്. അപ്പോൾ ആമി രാവിലെ തന്നെ പതിവ് പോലെ വെക്കേഷൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ പോയി ഗ്രോസറി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അവളെയും കൂട്ടിയിട്ട് തിരികെ വന്നു. പിന്നെ ഇന്ന് നമുക്കൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു സഹോദരിയാണ്, നമ്മുടെ ഒരു അനിയത്തിയാണ്, മീര എന്നാണ് ആ മോളുടെ പേര്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ലോ സാലറി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, അതായത് വരുമാനം കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ റുട്ടീൻ ഒന്ന് ഷെയർ ചെയ്യണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലെ പോയിന്റ്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ വിട്ടുപോയ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യാട്ടോ, മറക്കരുതേ. അപ്പോൾ ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത് വരുമാനം കുറവുള്ള ആളുകൾക്ക് വേണ്ടുന്നൊരു ലൈഫ് സ്റ്റൈൽ റുട്ടീനാണ്. ഞാനിന്ന് കൂടുതലായിട്ടും പൈസ സേവ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ അച്ഛൻ മാത്രമാണ് ഏൺ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സാലറിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വേണം നമ്മൾ ചിലവുകളൊക്കെ ചെയ്യാനല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈലുകൾ കണ്ട്
ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മറ്റുള്ളവരെ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. എല്ലാവരും ഒന്നുമല്ല, എന്നാലും കുറച്ച് പേരൊക്കെ അങ്ങനെ ഉണ്ടല്ലേ. അപ്പം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ നമുക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ കമ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് എത്രയാണോ വരുമാനം അതിനനുസരിച്ച് മാത്രം ചെലവുകൾ ഒതുക്കാനായിട്ട് നോക്കാട്ടോ. അപ്പം ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി മാത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ വേണം, അതിനുള്ളിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. മെയിനായിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അല്ലേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് നല്ല സ്കൂളുകളിൽ, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ മക്കളെ ചേർക്കാനായിട്ട് നോക്കും അല്ലേ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, പുറമോടി കണ്ടിട്ട് ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്നതിനേക്കാളും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകളിൽ ചേർക്കട്ടോ. സ്കൂളിന്റെ വലിപ്പത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അല്ല കാര്യം. ഞാൻ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് വെക്കുക. ഇപ്പോൾ ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ മേടിച്ച് കൂട്ടി ആഡംബര വസ്തുവായിട്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. എൻ്റെ വീട്ടില് നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ആദ്യം ഓല മേഞ്ഞ വീട്ടിലാണ് കിടന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നീട് ഒരു ലോൺ എടുത്തിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ കാണുന്ന വീട് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കാണുന്ന വീട് പോലും ഉണ്ടായത് എൻ്റെ കല്യാണത്തിന് ശേഷം. ഇപ്പോഴാണ് ഇത്രയും അച്ഛൻ ഓരോ തവണ പൈസ കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെ പണികൾ ചെയ്തിട്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്ക് കയറി കിടക്കാനൊരു അത്യാവശ്യം നമുക്ക് കിടക്കാൻ പാകത്തിനൊരു വീടുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. പിന്നീടുള്ള പുറം പണികളും മറ്റു കാര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ നമുക്ക് വരുന്ന പൈസയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ എന്നെ പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ചിലരെങ്കിലും ചിന്തിക്കും നമുക്ക് വലിയ വീട് വേണം കിടക്കാനായിട്ട്, അല്ലെങ്കിൽ വലിയ മറ്റുള്ളവരെക്കാളും നല്ല രീതിയിൽ വീട് വയ്ക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ ജീവിച്ചു പോവുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് എപ്പോഴും പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ എപ്പോഴും പുറത്തുനിന്ന് മാത്രം മേടിച്ച് കഴിച്ചുകൊണ്ട് നടക്കാതെ വീട്ടിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ച് ശീലിക്കട്ടെ. ഇപ്പോൾ ഒത്തിരി പേര്, ഞങ്ങൾ ഉൾപ്പെടെ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ പോകാറുണ്ട്, പുറത്തു പോയി കഴിക്കാറുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. ആഴ്ചയിൽ ഒരു ദിവസം പോവുകയോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയൊക്കെ പോകുന്നതിൽ സാരമില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഹെൽത്തിയും ആയിരിക്കില്ല, നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ മാക്സിമം ഭക്ഷണം സിമ്പിളായിട്ടാണെങ്കിലും നമുക്ക് ഒരു നേരത്തെ വിശപ്പടങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. നമ്മൾ ഇന്നതേ കഴിക്കൂ എന്ന് വാശി പിടിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോസറീസ് എടുക്കുന്ന കാര്യങ്ങളായിരിക്കും വീട്ടമ്മമാർക്ക് സംശയം വരുന്നതല്ലേ. അപ്പം ഞാനിതിന് മുന്നേയും ഗ്രോസറി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഒത്തിരി ടിപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മന്ത്ലി ഗ്രോസറി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ വരുമാനം തുച്ഛമാണ്, നിങ്ങൾക്ക് അതിനുള്ള വരുമാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ തീരുന്നതിനനുസരിച്ച് സാധനങ്ങൾ പോയി മേടിക്കാം. പിന്നെ മേടിക്കുന്ന സാധനങ്ങൾ വേസ്റ്റ് ചെയ്യാതെ എല്ലാം ഉപയോഗിക്കാനായിട്ടും ശ്രമിക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല പോലെ ആ ഒരു നമ്മുടെ ഇൻകത്തിനുള്ളിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞിട്ട് പിന്നെ സാധനങ്ങൾ മേടിച്ച് കൂട്ടി പൈസ കളയുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കുക. ഇപ്പം നമുക്ക് നടന്നു പോകേണ്ട കാര്യങ്ങളാണേ ഉള്ളെങ്കിൽ അങ്ങ് നടന്നു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് നമുക്ക് അടുത്തുള്ള യാത്രകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്കൂട്ടർ എടുത്ത് പോയാൽ മതിയായിരിക്കും. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കാറുണ്ടെങ്കിൽ കാർ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വാഹനത്തിൻ്റെ കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡും വൈഫും മക്കളും ഒരുമിച്ചിരുന്ന് അവരുടെ ആശയങ്ങളും കൂടി നമ്മൾ കേൾക്കുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഈ അഭിപ്രായം മാത്രമായിരിക്കില്ല എൻ്റെ ഹസ്ബൻഡിനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അഭിപ്രായം മാത്രമായിരിക്കില്ല എൻ്റെത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പിന്നെ കുട്ടികൾ കുറച്ചും കൂടി മുതിർന്നവരാണെങ്കിൽ അവരുടെ ഐഡിയാസും കൂടി നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്ന വരുമാനത്തിൽ നമുക്ക് മെയിനായിട്ട് അടച്ചു തീർക്കേണ്ട കുറച്ച് ബില്ലുകൾ കാണുമല്ലോ. ഇപ്പോൾ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ ഗ്യാസിൻ്റെ കണക്ഷൻ്റെ ബില്ല്, പിന്നെ നമ്മുടെ TV റീചാർജ് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അതൊക്കെ നമ്മൾ കൃത്യസമയത്ത് അടച്ചു തീർക്കണം എന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ എമൗണ്ട് ആദ്യമേ തന്നെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ വരുന്ന പൈസ എല്ലാ ചിലവും കഴിഞ്ഞതിന് ശേഷം മാത്രം സേവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതൊരു ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ നിന്നൊരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ 1000 രൂപയോ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിലൊക്കെ, ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ചേർന്നിട്ട് നിങ്ങൾക്ക് സേവിങ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം കേട്ടോ. അത് ഇപ്പം നിങ്ങളാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട്, പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് മുന്നത്തെ വ്ളോഗിലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു മാസം എത്രമാത്രം ചിലവ് ഉണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ എഴുതി വെക്കും. എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. അച്ഛൻ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു നോട്ട് എടുത്തിട്ട് നമുക്കറിയാലോ എന്തൊക്കെ ബില്ലുകളാണ് നമുക്ക് അടയ്ക്കേണ്ടത്, സ്കൂൾ ഫീസ്, വാൻ ഫീസ്, പിന്നെ വീട്ടിലെ മറ്റ് ചിലവുകൾ, ഗ്രോസറി ഷോപ്പിംഗ്, അങ്ങനെ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു തുക നമ്മൾ മാറ്റി വെക്കുക. നമ്മുടെ ആ ബഡ്ജറ്റിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. പക്ഷേ ചില സമയത്തെങ്കിലും നമുക്ക് മാസം അവസാനം ആകുമ്പോഴായിരിക്കും കയ്യിൽ പൈസ ഇല്ലാതെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ആരുടെ നിന്നെങ്കിലുമൊക്കെ കടം മേടിക്കേണ്ടി വരും അല്ലേ. നിങ്ങൾക്ക് കടം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൃത്യസമയത്ത് അത് കൊടുത്ത് തീർക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കടം മേടിക്കാതെ നമുക്കുള്ള ബഡ്ജറ്റിൽ ചിലവ് ചുരുക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അർജന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ്, എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, മനുഷ്യ ജീവിതമാണ് പറയാൻ പറ്റില്ല, പെട്ടെന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എമർജൻസി ഫണ്ട് നമ്മൾ ആദ്യമേ തന്നെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്കെടുത്ത് ചിലവാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വാടക കൊടുക്കാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള തുക ആദ്യമേ തന്നെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും രണ്ടാണെന്ന് തിരിച്ചറിയുക. ആവശ്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടു സാധനങ്ങൾ എടുക്കുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ വീട്ടിലെ മറ്റു ചെലവുകൾ, ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് കണ്ട് നമുക്കത് മേടിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ആഡംബര വസ്തുക്കൾ മേടിക്കണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ് അല്ലേ. അപ്പോൾ ആഗ്രഹങ്ങൾ നമ്മൾ ഉടനെ തന്നെ സാധിച്ചെടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ വരുന്ന സമയത്ത് അത് മാറ്റി വെച്ചിട്ട് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ വീട്ടിൽ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ പല സാധനങ്ങളും ഇന്ന് നിങ്ങൾ ഈ കാണുന്ന എൻ്റെ വീട്ടിലെ പല സാധനങ്ങളും ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഒത്തിരി പേര് എന്നോട് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങിക്കൂടെ ഇത് വാങ്ങിക്കൂടെ എന്ന്. പക്ഷേ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവർ പറയുന്ന പോലെ അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചിലവുകൾ ചുരുക്കാനായിട്ട് നോക്കട്ടോ. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചിരുന്നത് ഇതുപോലെ വരുമാനം കുറവുള്ള ആളുകൾക്ക് വേണ്ടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ റുട്ടീൻ ഷെയർ ചെയ്യാനാണ് ഞാൻ. പക്ഷേ ഇതിൽ കൂടുതലും പൈസ സേവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ലൈഫ് സ്റ്റൈൽ റുട്ടീൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുക, പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. നമ്മുടെ വരുമാനം ഇത്രയിൽ നിന്ന് ഇത്രയിലോട്ട് മാറ്റണം എന്നുള്ളൊരു ടാർഗറ്റ് വെക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ, ഇപ്പോൾ ട്യൂഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ യൂട്യൂബ് പോലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമ്മുടെ ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ പോയി പൈസയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ വരുമാനം കുറവാണെന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് തീവ്രമായി നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മുടെ ലൈഫിൽ അത് സാധിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിനൊരു എക്സാമ്പിളാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ. ഇതിൽ നിന്ന് ഒരു വരുമാനവും കിട്ടുന്നില്ലല്ലോ, എന്തിനാണത് വെറുതെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കിയ പല ആളുകളുടെ മുന്നിലും ഇന്നിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരു തവണയെങ്കിലും എനിക്ക് ഏണിങ്സ് കിട്ടി എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. ചെറിയ രീതിയിലാണെങ്കിലും നമ്മളും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ആരുടെയും ലൈഫ് സ്റ്റൈൽ നമ്മൾ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് എന്താണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
ഇന്ന് ഇത്രയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ആമിയും കൂടി ചേർത്തിട്ടാണ് ഗ്രോസറി എല്ലാം എടുത്തു വെച്ചത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അസൈൻമെന്റ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഹോളിഡേ അസൈൻമെന്റ്, അതും ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ദിവസമൊന്നും എഴുതിയിട്ടില്ല, എനിക്ക് വയ്യായിക ആയപ്പോഴൊന്നും എഴുതാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനും കൂടെ ഇരുന്നാൽ മാത്രമാണ് അവൾ എഴുതുള്ളൂ, എത്ര പറഞ്ഞാലും തനിയെ ഇരുന്ന് എഴുതത്തില്ല. പിന്നെ വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ബോറടിയാണെന്ന് പറയാറുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലെ മക്കളൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കേട്ടാ. മാക്സിമം അവളെ എൻഗേജ്ഡ് ആക്കി ഇരുത്താനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ബോറടിക്കുന്നു എന്ന് പറയും. ഇടയ്ക്കൊക്കെ TV-യിൽ കാർട്ടൂണൊക്കെ കാണാറുണ്ട്. അവൾക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാർട്ടൂണുകളുണ്ട് കേട്ടോ, അതൊക്കെയാണ് കാണുന്നത്. സിൻചാനാണ് അവളുടെ ഏറ്റവും ഫേവറേറ്റ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഞാനും അവളോടൊപ്പം ഇരുന്ന് ചിലപ്പോൾ കാർട്ടൂൺ സിനിമകളൊക്കെ കാണും ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ ഈ വൈശാഖ മാസം ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും ഞാൻ കുറച്ചധികം തന്നെ ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കും. ചില ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കത്തില്ല, ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്യും. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് ആണ് കട്ട് ചെയ്ത് കഴിക്കുന്നത്, അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. ഇതാണെങ്കിൽ മാംഗോ ഷേക്ക് ആണ്. ഞാൻ എപ്പോഴും മാംഗോ ഷേക്ക് അടിക്കുന്ന സമയത്ത് കുറച്ച് പാലും അതുപോലെ തന്നെ അതിനകത്ത് ഒരു നുള്ള് ഒരു ചെറിയൊരു ഡ്രോപ്പ് വാനില എസൻസും കൂടി ഇട്ടിട്ടാണ് മാംഗോ ഷേക്ക് അടിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. മാംഗോ കേക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ചേ ഒഴിക്കാവുള്ളൂ വാനില എസൻസ്, ഏലക്ക ചേർത്താൽ പോലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഒരേ ഒരു ഡ്രോപ്പ്. പിന്നെ പാലിന് പകരം വേണമെങ്കിൽ വെള്ളം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ എന്നോട് ഡോക്ടർ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ വയ്യാതായതിനു ശേഷം. ഇതൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. പിന്നെ ആമിക്ക് ഇപ്പോൾ എപ്പോഴും ബോറടിയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അവളെ കൂടി കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ബോറടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിളക്കൊക്കെ എനിക്കൊന്ന് കഴുകി തരാനായിട്ട്. അപ്പോൾ ഈ ഒരു വിളക്ക് തേക്കുന്ന പൗഡർ കണ്ടോ, ഇത് ഞാൻ ഇപ്പോൾ ഗ്രോസറി എടുത്തപ്പോഴത്തേക്കും മേടിച്ചതാണ്. അത് പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, വീഡിയോയിൽ ഇടയിൽ ഞാൻ കാണിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് അതിനകത്ത് ആ പൗഡർ ഇട്ടിട്ട് കുറച്ച് വെള്ളം തേച്ച് നല്ലപോലെ ഒന്ന് തേച്ചെടുത്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഇത് മേടിക്കുന്നത്. ഞാനെപ്പോഴും വിമ്മിൻ്റെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ, ശുദ്ധം ഓയിലുണ്ടല്ലോ അതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊന്ന് മാറ്റിയെടുക്കാമെന്ന് കരുതി. വൈകുന്നേരം ആയപ്പോഴേക്കും ആമിയെ കൊണ്ടുതന്നെ വിളക്കൊക്കെ കഴുകിച്ചിട്ട് ഞാനൊന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും വിഷ്ണു സഹസ്രനാമമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഞാനൊരു 6-6:30 ആകുമ്പോഴേക്കാണ് വീട്ടിൽ വിളക്ക് വെക്കുന്നത്. അപ്പോൾ വിളക്കൊക്കെ ഒന്ന് 5:30 ആകുമ്പോഴേ നേരത്തെ തന്നെ ഒരുക്കി റെഡിയാക്കി വെച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മേലെ പോയി കുറച്ച് നേരം ആമിക്ക് ഇവിടെ നിന്ന് കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോൾ താഴേക്ക് വരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈശാഖ മാസത്തിൽ നമ്മളിങ്ങനെ ബേർഡ്സിന് വെള്ളം വെച്ച് കൊടുക്കാറുണ്ടെന്ന്. വൈശാഖ മാസം എന്നല്ല, ചൂടുള്ള സമയത്ത് ഞങ്ങളിങ്ങനെ ടെറസിൻ്റെ മേലെ ചെറിയൊരു ബോക്സിനകത്ത് ബേർഡ്സിന് വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും, ഈ സ്ട്രീറ്റിലിരിക്കുന്ന എല്ലാ വീടുകളിലും വെള്ളവും ചോറും കിളികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ പുതിയ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പാമി ഇതേ ഇവിടെ മേലെ വന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ കൂടുതൽ എൻഗേജ്ഡ് ആക്കാൻ നോക്കുന്നത്. ഈ ചെറിയൊരു ബോക്സിലാണ് ഞാൻ വെച്ചേക്കുന്നത്. താഴെയും മേലെയും പല സ്ഥലങ്ങളിലായിട്ടും ഇതുപോലെ കൊച്ചു കൊച്ചു ബോക്സുകളിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മേലെ കുറച്ച് വെള്ളം വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴുണ്ട് ദേ അടിപൊളി ഒരു ഭംഗിയുള്ളൊരു കിളിയെ കണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് ദേശാടന കിളികൾ വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ ഇവിടെ അടുത്തൊരു ലേക്ക് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒത്തിരി കിളികൾ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിക്ക് പോയേക്കുവാണ്, ഓഫീസിൽ പോയി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാനും ആമിയും കൂടെ ടെറസിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മേലെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല തണുത്ത കാറ്റും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യുമോ എന്ന്. സോറി കേട്ടോ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളുടേതൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛനും അനിയനും വൈഫും ഞങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ താഴത്തെ വീട്ടിലാണ് അനിയനും വൈഫും ഒക്കെ താമസിക്കുന്നത്, അച്ഛനും ഒക്കെ. അപ്പം ഞങ്ങൾ മേലെയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫുൾ ഹോം ടൂറൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അത് അവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ എനിക്കും അത് ചെയ്യുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പണ്ട് ഒരു വർഷം മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഫുൾ ഹോം ടൂർ ചെയ്യാൻ പറ്റില്ല. എന്നാലും അവിടെ ഇവിടെ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6-6:30 ആകുമ്പോഴേക്കും തന്നെ വിളക്കൊക്കെ വെക്കും. നമ്മുടെ പൂജാ റൂമിൽ പുതിയ 2 അതിഥികളുണ്ട്. ഇതിലൊന്ന് നമ്മുടെ ആമിയുടെ ട്യൂഷൻ മിസ് തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ് പൈക്കിടാവ്. പിന്നെ ഒന്ന് ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേക്ക് തന്നിട്ടുള്ള കൃഷ്ണനും രാധയും കൂടിയുള്ളൊരു ബ്രാസിലുള്ളൊരു ഐഡോളാണ്. പിന്നെ ഇന്ന് രാത്രി നമ്മൾ ക്യാപ്സിക്കം സാലഡാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച ഒരു സംഭവമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു റെസിപ്പി ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണെങ്കിലും ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഓഫീസിൽ കൊടുത്തതിൽ മയണൈസൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കത് വേണ്ട, ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ക്യാപ്സിക്കം എത്ര കളർ ഉണ്ടെങ്കിലും നമുക്ക് ചേർക്കാം. കൂടുതലും ക്യാപ്സിക്കാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രം ഒന്ന് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ കുക്കുംബർ ചേർക്കണം, ഒരു മുഴുവൻ കുക്കുംബർ, സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ അതാണ്. പിന്നെ പെപ്പറും സോൾട്ടും കൂടി ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് നല്ലൊരു മീലാണ്. നമുക്ക് പകൽ സമയത്തും കഴിക്കാം, രാത്രിയും വേണമെങ്കിൽ ഡിന്നറിനായിട്ടും കഴിക്കാം കേട്ടോ. ഹസ്ബൻഡ് അത് കഴിച്ചു, ഞാനും അമ്മയും ദോശയാണ് കഴിച്ചത്. അപ്പോൾ വെജ് ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. ക്യാപ്സിക്കം കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നരസിംഹ ജയന്തിയുടെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ തേഴ്സ്ഡേ ഞങ്ങൾ പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് നമുക്കൊന്ന് ബീച്ചിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാമെന്ന് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും ഹസ്ബൻഡിന് കുറച്ച് ഫ്രീ ആയപ്പോൾ, ജോലിയുടെ കാര്യത്തിൽ കുറച്ച് ഫ്രീ ആയപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നല്ല വിശേഷ ദിവസമാണ്. 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഉത്സവവും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇവരോട് ചോദിച്ചപ്പോൾ നരസിംഹ ജയന്തി ഇന്നല്ല എന്നാണ് ആ പൂക്കൾ വിൽക്കുന്ന അവിടുത്തെ ചേച്ചി പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, അകത്ത് കയറി കഴിഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ അവതാരം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെയാണ് പൂജകളൊക്കെ നടന്നത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി തൊഴുതു എല്ലാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഇറങ്ങി, ഒരുപാട് നേരമൊന്നും നിന്നില്ല. കാരണം വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിന് പിന്നെ ഡ്യൂട്ടി ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയിൽ തന്നെ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് തന്നെ ഇന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു കേട്ടോ. ഗീതം വെജ് എന്നാണ് കഴിച്ചത്. ഇത് മൗണ്ട് റോഡിലുള്ള ഗീതം വെജാണ്. ഞങ്ങൾ സാധാരണ മൗണ്ട് റോഡ് വരുന്ന സമയത്ത് കൂടുതലായിട്ടും ബിലാലിലാണല്ലോ പോകുന്നത്. ഇപ്പം നമ്മൾ നോൺ വെജ് കഴിക്കാത്ത കാരണം കൊണ്ട് ഗീതം വെജിലാണ് വരുന്നത്. നല്ല അടിപൊളി ഫുഡാണ്. ചെന്നൈയിൽ ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഉണ്ട് ഇതിന്. നിങ്ങൾ ഒരിക്കലെങ്കിലും കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറണേ, മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഗീ റോസ്റ്റും അതുപോലെ ആമിക്ക് മസാല ദോശ എനിക്ക് മസാല ദോശയും ആമിക്ക് ഗീ റോസ്റ്റും. പിന്നെ ഇത് വേണ്ട, ഹസ്ബൻഡ് ഓർഡർ ചെയ്തേക്കുന്നത് കാശ്മീരി നാനാണ്. അപ്പോൾ ഇത് സാധാരണ നാനിൽ തന്നെ ജാമും ഫ്രൂട്ടും നട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. എനിക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാനൊരു സ്വീറ്റ് ലവർ അല്ല. ആമിക്ക് ഹസ്ബൻഡിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് മേടിച്ചത് പനീർ ബട്ടർ മസാലയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇത് വെള്ളിയാഴ്ച എടുത്തേക്കുന്ന വീഡിയോ ആണ്. അന്ന് പൗർണമി ആയിരുന്നു കേട്ടോ. അന്ന് ബുധപൂർണിമയായിരുന്നു, പിന്നെ ചിത്ര പൗർണിമയായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങളായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ പാർത്ഥസാരഥി കോവിലിൽ ഇവിടെ തന്നെ, ബീച്ചിൻ്റെ ഇവിടുത്തെ കോവിലിൽ തന്നെയാണ് ഇവിടെ ഇന്ന് ഉത്സവം കൂടിയായിരുന്നു. അപ്പോൾ നമ്മളത് അറിയാതെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. തലേ ദിവസം വന്നേക്കാളും തിരക്ക് തന്നെയായിരുന്നു ഇന്നും. അങ്ങനെ പൗർണമിക്ക് അവിടെ വന്നിട്ട് തൊഴുതിട്ടാണ് പോയത്. നമുക്ക് വീട്ടിൽ നിന്ന് വരാനായിട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഈ മറീന ബീച്ചിൻ്റെ ഇവിടെയാണ് വരേണ്ടത്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ ഉള്ളവർ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. നല്ലൊരു വൈബാണ്. നല്ല നമുക്ക് കാമായിട്ട് വന്നിരുന്ന് തൊഴുതിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.